ദിയസിറ പോലെയുള്ള ഫിലിം ഉണ്ടോ? അതേപോലെയുള്ള ഒരു 10 സിനിമകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദ വയലിൻ, ഒരു ഗ്രാമത്തിൽ ഒരു സ്ട്രേഞ്ചർ വന്നതിന് ശേഷം നടക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു രക്ഷയും ഇല്ലാത്ത സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ് ഈ പടം. ദ അതേഴ്സ്, ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയുടെയും മക്കളുടെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. ആ വീട്ടിലെ നിയമങ്ങളൊക്കെ വളരെ വിചിത്രമാണ്, കാരണം ആ വീട്ടിൽ എന്തോ ഒന്നുണ്ട്. കിടിലൻ ഒരു ഗോത്തിക് ഹൊററാണ് ഈ ചിത്രം. തുമ്പാട്, പ്രമേഹം പോലെ അത്യാഗ്രഹത്തിന്റെയും ഒരു പഴയ മിത്തിന്റെയും കഥ പറയുന്ന ഒരു അബ്സല്യൂട്ട് സിനിമ, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ്. എ ഡാർക്ക് സോങ്, മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ത്രീ മന്ത്രവാദിയെ വാടകയ്ക്കെടുത്ത് ഒരു വീട്ടിൽ അടച്ചിരുന്ന് ഒരു ആഭിചാരം ചെയ്യുന്നു. ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഐറിസ് സിനിമ പങ്കുവയ്ക്കുന്നത്. സെന്റ് മോണ്ട്, ഒരു നേഴ്സിന് താൻ നോക്കുന്ന രോഗിയെ ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ രക്ഷിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഭീകരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊററാണ് ഈ സിനിമ. ഹിസ് ഹൗസ്, ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന കുറച്ച് അഭയാർത്ഥികൾക്ക് ലണ്ടനിലെ ഒരു വീട് ഗവൺമെന്റ് കൊടുക്കുന്നു. പക്ഷെ ആ വീട്ടിൽ അവർ തരിച്ചല്ല. തുടർന്നുണ്ടാവുന്ന കഥയാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത്. അണ്ടർ ദ ഷാഡോ, യുദ്ധസമയത്ത് ഒരു ഫ്ലാറ്റിൽ ഒരു അമ്മയും മകനും, അവിടെ അവരുടെ കൂടെ ഒരു ജിന്നും ഉണ്ട്. തുടർന്ന് നിങ്ങൾ കണ്ടു നോക്കുക. റെലിക്, വീട്ടിലെ പ്രായമായ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് കൂടുന്നു. അതിനോടൊപ്പം തന്നെ വീടിന് എന്തൊക്കെയോ അപാകതകൾ സംഭവിക്കുന്നു. തുടർന്നുള്ള കഥയാണ് ഈ ചിത്രം. ദ ലോഡ്ജ്, 2 കുട്ടികൾ അവരുടെ രണ്ടാനമ്മയുടെ ഒപ്പം ഒരു മഞ്ഞു വീട്ടിൽ നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. പക്ഷെ പതുക്കെയാണ് അവരുടെ മാനസിക നില തെറ്റുന്നത്. തുടർന്ന് കഥ വികസിക്കുന്നു. ദ ഓർഫണേജ്, 2007 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സ്പാനിഷ് ചിത്രമാണിത്. അനാഥാലയം വാങ്ങി അവിടെ താമസിക്കാൻ എത്തുന്ന ഒരു സ്ത്രീ അവളുടെ മകനെ അവിടെ വെച്ച് കാണാതാവുന്നു. തുടർന്ന് കഥ വികസിക്കുന്നു. പലതും നിങ്ങൾ കാണാത്തതായിരിക്കും, അണ്ടർ റൈറ്റഡ് കാറ്റഗറി മാത്രം ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങൾ കണ്ടു, ഇനി അടുത്ത ലിസ്റ്റ് ഏതൊക്കെ വേണം എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.